ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ നിർണായക നീക്കവുമായി പ്രതിപക്ഷം. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ ആലോചന. ഇന്ത്യ സഖ്യത്തിലെ തീരുമാനപ്രകാരമാണ് നീക്കം. അതേസമയം പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. सदन को बाधित करना चाहते हैं। आपको कोई विषय पर चर्चा करनी हो, बातचीत करनी हो तो निश्चित रूप से तर्क करेंगे, लेकिन सदन नियोजित तरीके से गतिरोध और नारेबाजी के लिए नहीं। संवाद करो, चर्चा करो, सहमति असहमति दो, सार्थक चर्चा करो। माननीय सदस्य, मैं पुनः आग्रह कर रहा हूं आपसे, सबको बोलने का अवसर है। नियम प्रक्रिया से किसी माननीय सदस्यों को बोलने से नहीं रोका जाता। बजट के अंदर बोले, अन्य विषयों पर बोले, सदन आपका है, लेकिन सदन नियम प्रक्रियाओं से बोला जाता है। सदन की कार्रवाई आप प्रश्नकाल में। രാഹുൽ ഗാന്ധിയുടെ പിടിവാശിയാണ് സഭ തടസ്സപ്പെടുത്തുന്നത് എന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. पार्टी एक राहुल गांधी जी का एक जिद को लेकर के सदन को ठप करके रखा हुआ है। राहुल गांधी जी अपना बात बोलना है तो 24 घंटे वो बोलते ही हैं। प्रेस कॉन्फ्रेंस करके बोले, जहां भी बोले भाषणबाजी करते ही हैं। वो मोदी जी को गाली देते रहते हैं। हम लोग तो मना नहीं कर सकते, लेकिन सदन में पार्लियामेंट के अंदर में तो नियम से ही बोलना पड़ेगा। इसलिए अगर नियम के बाहर जाकर के बोलेंगे तो व्यवस्था तो पहले से बना हुआ है. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഈ അവിശ്വാസ പ്രമേയ നീക്കമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്. ബൽറാം, ഉന്മേഷ്, കടുത്ത ഒരു നീക്കം തന്നെയാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ നടത്താൻ പ്രതിപക്ഷം തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തന്നെയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചതും. അത് തൃണമൂൽ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള പാർട്ടികൾ മുഴുവനായും തന്നെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ സ്പീക്കർ പക്ഷഭേദപരമായി പെരുമാറുന്നുവെന്നും ഭരണപക്ഷത്തിന് ഏകപക്ഷീയമായി ഭരിക്കാൻ, ഏകപക്ഷീയമായി അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ, അവരുടെ ഇഷ്ടം പോലെ സഭ പ്രവർത്തിപ്പിക്കാൻ സ്പീക്കർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതുമാണ് ആക്ഷേപം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതിൽ പ്രധാനമായും സമീപകാലത്ത് ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട സംഭവം, ഒപ്പം തന്നെ പ്രധാനമന്ത്രി സഭയിൽ മറുപടി പ്രസംഗം ഒഴിവാക്കി പകരം നന്ദി പ്രമേയം ശബ്ദ വോട്ടോടെ പാസാക്കിയതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ തയ്യാറെടുത്തിരുന്നു എന്നും താൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ എത്താതിരുന്നത് എന്നും സ്പീക്കർ പറഞ്ഞതാണ്. അത് അതീവ ഗൗരവമുള്ള ഒരു പരാമർശം സഭയിൽ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്പീക്കറുടെ കസേരയ്ക്ക് ഉചിതമായ രീതിയിലല്ല പെരുമാറുന്നത് എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊണ്ടുവരാനുമുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം നോട്ടീസ് കൊണ്ടുവരിക എന്നുള്ളത് അപൂർവമായി മാത്രം സംഭവിക്കാറുള്ള ഒരു സാഹചര്യമാണ്. 100 അംഗങ്ങളുടെയെങ്കിലും ഒപ്പോടെ മാത്രമേ നോട്ടീസ് കൊണ്ടുവരാനാകൂ. ഒപ്പം തന്നെ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസും അതിന് ആവശ്യമാണ്. ഇതിപ്പോൾ നടന്നു വരുന്നത് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ പാദമാണ്. രണ്ടാം പാദത്തിലേക്കെങ്കിലും അത് നടപ്പാകുന്ന രീതിയിൽ നോട്ടീസ് കൊണ്ടുവരാം എന്ന് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ കൂടിയാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ ഒരു നോട്ടീസ് കൊണ്ടുവരുന്നത്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.